പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. ഇത് കർത്താവ് ഒരുക്കിയ ദിവസമാണ്. നമുക്ക് സന്തോഷിച്ച് ആനന്ദിക്കാം. സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും പറയാം, ഇത് കർത്താവ് ഒരുക്കിയ ദിവസമാണ്. നമുക്ക് സന്തോഷിച്ച് ആനന്ദിക്കാം. അതേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളും വേദനകളും രോഗദുരിതങ്ങളും സാമ്പത്തികമായ പ്രതിസന്ധികളും കുടുംബത്തിലെ അസ്വസ്ഥതകളുമെല്ലാം തമ്പുരാന്റെ തിരുസന്നിധിയെ സമർപ്പിക്കുവാൻ കർത്താവ് ഒരുക്കിയ ദിവസമാണ്. ഇതിനെ ഓർത്ത് നമുക്ക് സന്തോഷിച്ച് ആനന്ദിക്കാം. കാരുണ്യവാനായ ഈശോയെ, ഒരുപാട് സങ്കടമുണ്ട് നിന്നോട് ഞങ്ങൾക്ക് പറയുവാൻ. ഒരുപാട് അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്ന മക്കളാണ് ഞങ്ങൾ. കുടുംബത്തിൽ സാമ്പത്തികമായ പ്രതിസന്ധികൾ, രോഗദുരിതങ്ങൾ, വ്യക്തി ജീവിതത്തിലെ ബലഹീനതകൾ, പാപ അവസ്ഥകൾ, ഇതെല്ലാം ഞങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ലല്ലോ. ഞങ്ങളാകെ അസ്വസ്ഥരാണ്. ഞങ്ങളെ സഹായിക്കണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷം നമ്മുടെ കുടുംബത്തെ തമ്പുരാന്റെ തിരുസന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കാം. നമ്മുടെ എല്ലാ നൊമ്പരങ്ങളെയും സഹനങ്ങളെയും അസ്വസ്ഥതകളെയും ബലഹീനതകളെയും എല്ലാം തമ്പുരാന്റെ തിരുസന്നിധിയിലേക്ക് ഈ നിമിഷം ചേർത്ത് വയ്ക്കാം. അവനിതാ നമ്മുടെ കൂടെ നമ്മുടെ സങ്കടങ്ങൾ ഒപ്പിയെടുക്കുവാൻ, നമ്മെ അനുഗ്രഹിക്കുവാൻ. ഓ കർത്താവേ, വീണ്ടും നിന്റെ തിരുസന്നിധിയിൽ നിൽക്കുമ്പോൾ ഓർത്തു പോകുന്നു, ഞാൻ ഒരുപാട് വേദനിക്കുന്നു. എൻ്റെ ചുറ്റും ഒരുപാട് ശത്രുക്കളുണ്ട്. എനിക്കുമുണ്ട് ഒരുപാട് ശത്രുക്കൾ. എനിക്ക് ഇവരോടൊന്നും ക്ഷമിക്കുവാൻ പറ്റുന്നില്ലല്ലോ. നാഥാ, ക്ഷമിക്കുവാനുള്ള കൃപ തരണമേ. ഒരു നിമിഷം എൻ്റെ ജീവിതത്തിൻ്റെ ഭാരങ്ങളെല്ലാം നിന്റെ തിരുസന്നിധിയിൽ ഒന്ന് ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുവാൻ ഓ കർത്താവേ, എനിക്ക് ശക്തി തരണമേ. ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകളെയും ഒരു നിമിഷം നമുക്ക് സമർപ്പിക്കാം. നിശബ്ദതയിൽ ഇവിടെ ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ അവരുടേതായ എല്ലാ അസ്വസ്ഥതകളും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നാഥാ, കേൾക്കണമേ. ഞങ്ങളുടെ വേദനകളെ കേൾക്കുവാൻ, ഞങ്ങളുടെ നൊമ്പരങ്ങളെ കാണുവാൻ ചെവി ചായച്ചു തരണമേ. ഗായക സംഘത്തോട് ചേർന്ന് നമുക്കും പാടാം, ഒരു നിമിഷം എൻ യേശുവിൻ മുൻപിൽ. പാപത്തിന്റെ സുഖം ക്ഷണികമാണെന്ന് ഞാൻ ഓർത്തില്ല. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. നാഥാ, എന്നോട് ക്ഷമിക്കണമേ. പ്രാർത്ഥിക്കുന്നു. യേശുവേ, കരുണ തോന്നണേ. ആയിരം ആണി
എല്ലാവരെയും മിടുക്കിയാണെന്നാ ഞാൻ കരുതിയത്. നന്മ ചെയ്യാൻ കിട്ടിയ അവസരം ഞാൻ മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചു. കർത്താവേ, എന്നോട് ക്ഷമിക്കണേ, എന്നോട് ക്ഷമിക്കില്ലേ നാഥാ, പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു, ആരോടൊക്കെയോ എനിക്ക് ക്ഷമിക്കുവാനുണ്ട്. പല മുഖങ്ങളും മനസ്സിൽ വരുന്നു. ഒരുപാട് പേർക്ക് ക്ഷമ കൊടുക്കാനുണ്ട്. അതാണ് എൻ്റെ അസ്വസ്ഥതയ്ക്ക് കാരണം. അതാണ് എൻ്റെ കുടുംബത്തിലെ അസ്വസ്ഥതയ്ക്ക് കാരണം. അങ്ങ് പറഞ്ഞില്ലേ, മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. അത് മതി കർത്താവേ, അത് മതി. പ്രിയപ്പെട്ട അപ്പച്ച, പ്രിയപ്പെട്ട അമ്മച്ചി, സഹോദരങ്ങളെ, ഈ വചനത്തിന്റെ അഭിഷേകം ഈ നിമിഷം നമുക്ക് കിട്ടുവാൻ, നമ്മുടെ കുടുംബത്തിന് കിട്ടുവാൻ നമുക്ക് പരസ്പരം ക്ഷമിച്ച് പ്രാർത്ഥിക്കാം. മറക്കാനും പൊറുക്കാനും കൃപ ചോദിക്കാം. ക്രൂശിത രൂപത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. ആ ക്രൂശിതൻ നിശബ്ദതയിൽ നമ്മോടെന്തോ പറയുന്നില്ലേ? ആ ക്രൂശിത രൂപത്തെ നോക്കി അവൻ പറയുന്നത് നമുക്കൊന്ന് ശ്രവിക്കാം. മകനെ, മകളെ, എൻ്റെ ശിരസിൽ മുൾക്കിരീടം ചാർത്തിയവരോട് ഞാൻ ക്ഷമിച്ചില്ലേ? എൻ്റെ മുഖത്ത് തുപ്പിയവരോട് ഞാൻ ക്ഷമിച്ചില്ലേ? എൻ്റെ കൈകളിലും കാലുകളിലും ആണികൾ തറച്ചു കയറ്റിയവരോട് ഞാൻ ക്ഷമിച്ചില്ലേ? എൻ്റെ വസ്ത്രം ഉരിഞ്ഞ് എന്നെ നഗ്നനാക്കിയവരോട് ഞാൻ ക്ഷമിച്ചില്ലേ? എന്നെ പരിഹസിക്കുകയും എൻ്റെ ശരീരമെല്ലാം പ്രകരിക്കുകയും ചെയ്തവരോട് ഞാൻ ക്ഷമിച്ചില്ലേ? മകനെ, മകളെ, നിനക്ക് വന്ന് ക്ഷമിച്ചുകൂടെ? നിന്നെ വേദനിപ്പിച്ചവരോട്, നിന്നെ പരിഹസിച്ചവരോട്, നിന്നെ കുറ്റപ്പെടുത്തിയവരോട് നിനക്കൊന്ന് ക്ഷമിച്ചുകൂടെ? ഈശോയെ, ഞാൻ ക്ഷമിക്കാം. ഈശോയെ, ഞങ്ങൾ ക്ഷമിക്കാം. അതിനുള്ള കൃപ തരണമേ. പ്രാർത്ഥിക്കുന്നു, യാചിക്കുന്നു കർത്താവേ. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തെ നിന്റെ കുരിശിനോട് ചേർത്ത് വെക്കുന്നു. ഞാൻ ഒരുപാട് നിന്നെ വേദനിപ്പിച്ചു. എൻ്റെ കൂടെയുള്ളവരെ സ്നേഹിക്കാതെ, അവരെ മനസ്സിലാക്കാതെ, അവരെ വേദനിച്ചപ്പോൾ നീ തന്നെയാണല്ലോ വേദനിച്ചത്. കർത്താവേ, ഞാൻ തിരിച്ചറിയുന്നു. എനിക്ക് മാപ്പ് തരണമേ. എൻ്റെ സംസാരം വഴി, എൻ്റെ പ്രവൃത്തി വഴി ചെയ്തു പോയ എല്ലാ തെറ്റുകളും എന്നോട് ക്ഷമിക്കണമേ. നാഥാ, എനിക്ക് നിന്റെ കൃപ വേണം. എന്നോട് ക്ഷമിക്കില്ലേ? നമുക്ക് പ്രാർത്ഥിക്കാം. കുരിശിലെ ഈശോ പ്രാർത്ഥിച്ചതുപോലെ അതിനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പാടി പ്രാർത്ഥിക്കാം.
കുരിശിലീശോ ക്ഷമിച്ചതുപോലെ ഞാനും ക്ഷമിച്ചിടുന്നു. കുരിശിലീശോ ക്ഷമിച്ചതുപോലെ ഞാനും ക്ഷമിച്ചിടുന്നു. നമ്മുടെ കുടുംബത്തെ നമുക്ക് സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിലെ എല്ലാ അസ്വസ്ഥതകളെയും, ക്ഷമിക്കാൻ പറ്റാത്ത അസ്വസ്ഥതകളെ നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, എൻ്റെ കുടുംബത്തിൽ ഒരുപാട് അസ്വസ്ഥതകളുണ്ട്. മാതാപിതാക്കളുടെ സ്നേഹം ലഭിക്കാതെ വേദനിക്കുന്ന മക്കളുടെ സ്നേഹവും പരിഗണനയും കിട്ടാതെ വേദനിക്കുന്ന മാതാപിതാക്കള്, ഭിന്നിച്ചു കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാര്, ഒരു വാക്കിൽ പിഴച്ചതിന്റെ പേരില്, സംശയത്തിന്റെ പേരില് നാളുകളായി ക്ഷമിക്കാതെ മിണ്ടാതിരിക്കുന്ന ജീവിതങ്ങളുണ്ടേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ. കർത്താവേ, പരസ്പരം ക്ഷമിക്കുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണമേ. ദൈവമേ, ക്ഷമയുടെ വലിയ കൃപ നീ ഞങ്ങൾക്ക് തരണമേ. പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുടുംബത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആ ക്രൂശിതന്റെ പ്രാർത്ഥനയോട് ചേർത്ത് പ്രിയപ്പെട്ടവരെ നമുക്കും പ്രാർത്ഥിക്കാം. ഇവരോട് പൊറുക്കണമേ, ഇവരുടെ കുടുംബത്തോട് പൊറുക്കണമേ. നമുക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരുണ ഒഴുകട്ടെ ഈ നിമിഷം. കുരിശിലീശോ ക്ഷമിച്ചതുപോലെ ഞാനും ക്ഷമിച്ചിടുന്നു. കുരിശിലീശോ ക്ഷമിച്ചതുപോലെ ഞാനും ക്ഷമിച്ചിടുന്നു. ഇവരോട് പൊറുക്കേണമേ, ഇവരറിയാതെ ചെയ്തതെല്ലാം. ഇവരോട് പൊറുക്കേണമേ, ഇവരറിയാതെ ചെയ്തതെല്ലാം. സ്നേഹമുള്ളവരെ, ഞാനും നിങ്ങളും ജീവിക്കുന്ന നമ്മുടെ സമൂഹത്തെ തമ്പുരാന്റെ കുരിശിന്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ ജീവിക്കുന്ന സമൂഹത്തെ ഞാൻ സമർപ്പിക്കുന്നു. പലതും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വിമർശിക്കുകയും കുറ്റം വിധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവരിൽ നിന്നും മാറി ഞാൻ നിന്നിട്ടുണ്ട്. ദൈവമേ, കരുണയുണ്ടാവണമേ. ഈ നിമിഷം അധ്യാപകരുടെ സ്നേഹം കിട്ടാതെ അധ്യാപകരിൽ നിന്ന് മുറിവേറ്റ എല്ലാ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. ക്ഷമിക്കുവാനുള്ള കൃപ കൊടുക്കണമേ കർത്താവേ. സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സഹോദരങ്ങളെ സമർപ്പിക്കുന്നു. അർഹമായ വേതനം കിട്ടാത്തതിന്റെ പേരിൽ, പരിഗണന കിട്ടാത്തതിന്റെ പേരിൽ ക്ഷമിക്കാനാവാതെ വേദനിച്ചു കഴിയുന്ന ജീവിതങ്ങളോട് കരുണ തോന്നണമേ കർത്താവേ. ഞങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിൽ പരസ്പരം സ്നേഹിച്ചും സഹിച്ചും സ്നേഹത്തോടെ ജീവിക്കുവാൻ, സമാധാനത്തിൽ വർദ്ധിക്കുവാൻ കർത്താവേ നീ ഞങ്ങളെ സഹായിക്കില്ലേ? അതിനുള്ള കൃപ തരണമേ. അവരോട് പൊറുക്കണമേ. അവര് ചെയ്ത തെറ്റുകൾ എന്തെന്ന് അവരറിയുന്നില്ല. ക്ഷമിക്കണമേ കർത്താവേ, പ്രാർത്ഥിക്കുന്നു. അവരോട് പൊറുക്കേണമേ, അവരറിയാതെ ചെയ്തതെല്ലാം. അവരോട് പൊറുക്കേണമേ,
സ്നേഹമുള്ളവരെ, ക്ഷമിക്കുവാനുള്ള കൃപ നമുക്ക് കിട്ടിയെന്ന് ഉറച്ചു വിശ്വസിക്കാം. ആ കൃപ തന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. 2 കരങ്ങളും ഉയർത്തി ജീവിക്കുന്ന ദൈവത്തെ സ്വരമുയർത്തി നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ നിമിഷങ്ങളിൽ ക്ഷമിക്കുവാനുള്ള കൃപ വ്യക്തികൾക്കും കുടുംബത്തിനും സമൂഹത്തിനും നീ നൽകിയതിനെ ഓർത്ത് ഓ കർത്താവെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഈ നിമിഷം ഏതെങ്കിലും വ്യക്തികൾക്ക് ഇനിയും ക്ഷമിക്കാൻ പറ്റാതെ വേദനിക്കുന്നുവെങ്കിൽ ഓ കർത്താവെ, നിന്റെ നാമത്തിന്റെ ശക്തിയിൽ അത്ഭുതമായ വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ സ്നേഹത്തിന്റെ ക്ഷമയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ തിരിച്ചറിയുന്നു, നന്ദി പറയാൻ കഴിയാത്ത അത്ര വലിയ അനുഗ്രഹമാണ് അവിടുന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും സമൂഹത്തിനും നൽകിയിരിക്കുന്നത്. അതെ കർത്താവേ, നന്ദി പറയാൻ കഴിയാത്ത അത്ര വലിയ അനുഗ്രഹമാണ് അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഈശോയെ, ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു ഈ വലിയൊരു സത്യം. ദൈവമേ, ഇനി ഞാൻ ഒറ്റയ്ക്കല്ല, നീ എൻ്റെ കൂടെയുണ്ടല്ലോ. എന്നെ ആശ്വസിപ്പിക്കുവാൻ, എന്നെ ശക്തിപ്പെടുത്തുവാൻ, എന്നെ നയിക്കുവാൻ, എൻ്റെ കണ്ണുനീരെല്ലാം തുടച്ച് എന്നെ മുന്നോട്ട് നയിക്കുന്ന നിന്റെ വലിയ സ്നേഹത്തെ ഈശോയെ ഈ നിമിഷം ഞാൻ ഓർക്കുന്നു, നന്ദി പറയുന്നു. നമുക്ക് പാടാം. എൻ്റെ തോരാത്ത കണ്ണുനീർ ഒപ്പിയെടുത്ത് എന്നെ ആശ്വസിപ്പിക്കുന്ന ആ വലിയ സ്നേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് പ്രതിസന്ധികളിൽ ഞാൻ മരിച്ചു പോകുമെന്ന് കരുതിയപ്പോൾ, തളർന്നു പോയപ്പോൾ, കർത്താവേ നീ എന്നെ താങ്ങിയല്ലോ, നീ എനിക്ക് വീണ്ടും ജീവൻ നൽകിയല്ലോ. നന്ദി കർത്താവേ, നന്ദി, ഒരുപാട് നന്ദി. ജീവിത പ്രതിസന്ധി മുന്നിൽ വൻ തിരമാല ഉയർത്തിയ നേരം ശ്വാസം നിലച്ചു, എന്നു നിലച്ചു, ഞാനേറി തളർന്നു കിതച്ചു. എന്റെ സ്വന്തം സഹോദരങ്ങൾ എന്നെ പുച്ഛിച്ചും കുറ്റം വിധിച്ചും എന്നിൽ നിന്ന് അകന്നുപോയി കർത്താവേ. എന്റെ കൂട്ടുകാരുടെ സ്നേഹം സ്വാർത്ഥതയായിരുന്നുവെന്ന് ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു. എന്റെ ജീവിതം കരിന്തിരി കത്തിയപ്പോൾ
നീ വീണ്ടും അതിൽ വെളിച്ചമായി വന്നുവല്ലോ. ഈശോയെ നന്ദി. ഈശോയെ വീണ്ടും ജീവൻ നൽകിയതിന്, സ്നേഹം നൽകിയതിന്, ജീവിക്കാൻ പ്രതീക്ഷ നൽകിയതിന് നന്ദി ഈശോയെ, നന്ദി. പുച്ഛിച്ചും കുറ്റം വിധിച്ചും എൻ സോദരരെല്ലാം അകന്നു. സങ്കീർത്തനം 16:11 ഇപ്രകാരം പറയുന്നു, അവന്റെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്. അതെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്. ഈ നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതമെല്ലാം സമർപ്പിച്ചപ്പോൾ നമ്മുടെ മനസ്സിന്റെ ഭാരം പഞ്ഞി പോലെ എങ്ങോ പാറിപ്പറന്ന ഒരു അനുഭവം തോന്നുന്നുണ്ടോ? നിന്റെ മനസ്സ് ഒരല്പം സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു പ്രതീക്ഷ കിട്ടിയോ? ദൈവത്തിന് നന്ദി പറയാം. ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും ദൈവസന്നിധിയിൽ അതിന് പരിഹാരമുണ്ട്. അവിടുന്ന് നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. കർത്താവേ, നിന്റെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ടെന്ന് പറഞ്ഞല്ലോ. നന്ദി ഈശോയെ, നന്ദി. ഈ ആനന്ദം അനുഭവിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിന്റെ എല്ലാ സങ്കടങ്ങളും ഒപ്പിയെടുത്ത ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് വലിയ സന്തോഷത്തോടെ ആനന്ദത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞ് പാടി പ്രാർത്ഥിക്കാം. ഒഴുകി ദൂരത്തെങ്ങോ പോ, എന്റെ ഘോരവേദനകൾ ദൂരത്തെങ്ങോ പോ. ഒഴുകി ദൂരത്തെങ്ങോ പോ, എന്റെ ഘോരവേദനകൾ ദൂരത്തെങ്ങോ പോ. നല്ലിടയൻ എൻ മനസ്സിൽ വന്നണഞ്ഞപ്പോൾ എന്റെ ഘോര പാപങ്ങൾ ദൂരത്തെങ്ങോ പോ. നനഞ്ഞ കണ്ണുകൾക്കു നല്ല കുളിർമയായി ഒഴുകി ദൂരത്തെങ്ങോ പോ, എന്റെ ഘോരവേദനകൾ ദൂരത്തെങ്ങോ പോ. ഈശോയിൽ ധന്യമായ ആനന്ദം കൊണ്ടിടുന്നു. ഇന്നെന്റെ കർത്തവ്യം യേശുവെ ഘോഷിക്കാൻ മാത്രമായി മാറ്റിവെച്ചു. ഇന്നെന്റെ നാവുകൾ യേശുവിൻ നാമം ഇമ്പമായി പാടിടുന്നു. ഇന്നെന്റെ ആത്മാവ് ഓരോ നിമിഷവും വചനങ്ങൾ പാലിക്കുന്നു. ഇന്നെന്റെ ആത്മാവ് ഓരോ നിമിഷവും വചനങ്ങൾ പാലിക്കുന്നു. ഒഴുകി ദൂരത്തെങ്ങോ പോ, എന്റെ ഘോരവേദനകൾ ദൂരത്തെങ്ങോ പോ. ഓരോ ദിനത്തിലും ദിവ്യകാരുണ്യം കൈക്കൊള്ളുവാനെത്തുന്നു.
ഈ നിമിഷങ്ങളിൽ നീ നൽകിയ വലിയ സമാധാനത്തെ ഓർത്ത്, സന്തോഷത്തെ ഓർത്ത്, പുത്തൻ സ്നേഹത്തെ ഓർത്ത്, ബോധ്യങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ശാലോമിൻ്റെ മധ്യസ്ഥയായ പരിശുദ്ധ അമ്മേ, ഈ നിമിഷങ്ങളിൽ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചതിന്, സാന്നിധ്യം നൽകി അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.